ഹായ് ഹലോ സിജിയാണ് കേട്ടോ. കൊലുസിൻ കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വീടുകളിലൊക്കെ അവിടെയും ഇവിടെയും ഒക്കെ ആയിട്ട് ഒഴിഞ്ഞു കിടക്കുന്ന സ്പേസുകളൊക്കെ കാണും അല്ലേ. നമ്മൾ നടന്നു പോകുന്ന വഴികളും ഒക്കെ ഉണ്ടാവും. അങ്ങനെയുള്ള വഴികളെയൊക്കെ നമ്മൾ നമ്മുടേതായ കരവിരുതൊക്കെ കൊടുത്ത് മനോഹരമാക്കിയെടുത്താൽ ഗാർഡൻ തന്നെ വേറൊരു ലുക്കിലോട്ട് മാറും. അത്തരത്തിലൊരു വീഡിയോ ആണ് ഇന്നത്തെ നമ്മുടെ കണ്ടന്റ്. അപ്പോൾ അതെന്താണെന്ന് നോക്കിയാലോ. അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇഷ്ടമായാൽ തീർച്ചയായും ഒരു സപ്പോർട്ട് തരാൻ മറക്കണ്ട. നിങ്ങളുടെ കമന്റ് എന്ത് തന്നെയായാലും രേഖപ്പെടുത്താനും മറക്കണ്ട. കൂടെ നിങ്ങളുടെ പ്ലാൻ ലവേഴ്സ് ആയിട്ടുള്ള ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് എന്താണ് ഇന്നത്തെ വീഡിയോ എന്ന് അറിഞ്ഞാലും, നമ്മുടെ വീടുകളിൽ തന്നെ ഒരു സൈഡിൽ നിന്ന് ഒരു സൈഡിലേക്ക് പോകാനും ഫ്രണ്ടിൽ നിന്ന് ബാക്കിലേക്ക് പോകാനും ഒക്കെ വഴികളുണ്ടാകും. അതിപ്പോൾ വലിയ വീടായാലും ചെറിയ വീടായാലും ഒക്കെ തന്നെ നമുക്കതുപോലത്തെ കുഞ്ഞു കുഞ്ഞു വഴികളൊക്കെ ഉണ്ടാകും. അങ്ങനത്തെയുള്ള വഴികളൊക്കെ നമ്മൾ നല്ല ഗ്രീനറി നിറച്ചെടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഭംഗിയൊന്ന് വേറെ തന്നെ. അപ്പോൾ അത്തരത്തിൽ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ബാക്കിലോട്ട് പോകുന്ന ഒരു വഴി നല്ല അടിപൊളിയായിട്ട് പേൽ ഗ്രാസ് ഒക്കെ വിരിച്ച് ഒരു പാസേജ് ഒക്കെ കൊടുക്കുന്നതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ മുന്നത്തെ നമ്മുടെ പേൽ ഗ്രാസിൻ്റെ വീഡിയോയിൽ ഞാൻ അതിൻ്റെ ആ ഒരു പാർട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് വളരെ കുറച്ച് സ്ഥലം മാത്രമേ പേൽ ഗ്രാസ് ഒക്കെ പിടിപ്പിച്ചിട്ടുള്ളൂ. അപ്പോൾ വിചാരിച്ച് ബാക്കി കൂടി നമുക്ക് പേൽ ഗ്രാസ് ഒക്കെ പിടിപ്പിച്ച് ഒരു ഗ്രീനറി ഫുള്ളായിട്ട് അങ്ങ് നിറച്ചാലോ എന്ന്. അപ്പോൾ അതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ ഈ പേൽ ഗ്രാസ് ഒക്കെ നിറയ്ക്കുന്നതിൻ്റെ ഇടയിൽ നമ്മൾ ഇതുപോലത്തെ കല്ലുകളൊക്കെ വിരിക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല റേറ്റൊക്കെ ആവും. അങ്ങനെ നമ്മൾ കടപ്പ സ്റ്റോണിൻ്റെയൊക്കെ റേറ്റൊക്കെ ചോദിച്ചപ്പോൾ സ്ക്വയർ ഫീറ്റിനൊക്കെ തന്നെ 75ഉം 78ഉം ഒക്കെ രൂപയുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ അത്രയും റേറ്റ് കൂടിയ കല്ലിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ റേറ്റ് കുറച്ച് നമുക്ക് എങ്ങനെ നമ്മുടെ പാസേജൊക്കെ അടിപൊളിയാക്കാം എന്നതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു പാസേജ്. നമ്മൾ പേൾ ഗ്രാസ് ഒക്കെ വിളിച്ച് ഇങ്ങനെ നടക്കാൻ വേണ്ടിയിട്ട് ഒരു കുഞ്ഞൊരു വഴിയൊക്കെ റെഡിയാക്കിയിട്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ നേരത്തെ നമ്മുടെ ഇൻ്റർലോക്കൊക്കെ ഇട്ടിരുന്ന അതിൻ്റെ ഒരു കുറച്ച് ബാക്ക് പീസൊക്കെ വന്നതിൻ്റെ അടുത്താണ് നമ്മളിതുപോലെ പാസേജ് ആക്കി വെച്ചിരുന്നത്. അപ്പോൾ പകുതി വരെ ആക്കിയിട്ടുള്ളായിരുന്നു. അപ്പോൾ ഇതിൽ തന്നെ 1-2 കല്ല് പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് ബാക്കി പാസേജ് നമുക്ക് റെഡിയാക്കണം. നമ്മൾ ബാക്കി സ്ഥലവും കൂടെ നമുക്ക് സെറ്റാക്കി പാസേജ് റെഡിയാക്കണമെന്ന് കുറേ നാളായിട്ട് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് അതാണ് നമ്മുടെ പരിപാടി. അപ്പോൾ അതിനായിട്ട് നമ്മൾ കുറച്ച് ഇതുപോലത്തെ ഇൻ്റർലോക്കിൻ്റെ കല്ലെടുത്തിട്ടുണ്ട്. അപ്പോൾ അതായത് ഇതുപോലത്തെ ഇൻ്റർലോക്കിൻ്റെ കല്ലെടുത്തിട്ടുണ്ട്. അപ്പോൾ മറ്റത് കുറേ 3-4 പൊട്ടിയിട്ടുണ്ട്. അപ്പം അത് മാറ്റിയിട്ട് ഇത് മൊത്തത്തിൽ നമുക്ക് ഈ ഒരു കല്ല് വെച്ച് സെറ്റ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം ഈ ഒരു കല്ലിന് ഒരെണ്ണത്തിന് 35 റുപ്പീസ് മാത്രമേ ആവുന്നുള്ളൂ. അപ്പം ബഡ്ജറ്റ് വൈസ് നമുക്ക് ഇതുപോലെ പാസേജൊക്കെ സെറ്റ് ചെയ്യണമെങ്കിൽ ഇതായിരിക്കും ബെറ്റർ ഓപ്ഷൻ. അപ്പോൾ ഇതിനെ നമ്മൾ വെറുതെ ഇട്ട് കഴിഞ്ഞാൽ ഇത് ചിലപ്പോൾ നമ്മൾ നടക്കുമ്പോൾ വെയിറ്റ് കൊണ്ടൊക്കെ ഇത് പൊട്ടിപ്പോവും. അപ്പോൾ അതിൻ്റെ അടിയിലായിട്ട് ചെറുതായിട്ടൊരു സിമെൻറ്റ് കൊണ്ടൊരു ലെവലൊക്കെ ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമുക്കിതൊന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ആ ഇൻ്റർലോക്ക് കട്ട് ചെയ്താൽ ഇവിടെ ഉറപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അടിയിലായിട്ട് നമ്മൾ മണലും സിമെൻറ്റും വെള്ളവും കൂടെ കുഴച്ചിട്ട് ചെറുതായിട്ട് നമ്മൾ പുട്ടിനൊക്കെ കുഴക്കുന്ന പോലെ കുഴച്ച് അമർത്തി വെച്ച് ലെവൽ പിടിച്ചതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് ഗ്രൗട്ടൊക്കെ കലക്കി ഒഴിച്ചിട്ട് അവിടെ ഇത് വെച്ച് ഉറപ്പിച്ച് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ആ മണ്ണിൽ അധികം പിടുത്തമൊന്നുമില്ല. അപ്പോൾ ഇത് ഇളകി പോരുന്നെങ്കിലും ഈ സിമെൻറ്റോട് കൂടി ഇൻ്റർലോക്ക് ഇളകി വരികയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അതുപോലെ തന്നെ എടുത്ത് വെക്കുകയും ചെയ്യാം. ഇനി ഇതല്ല നമുക്ക് നന്നായിട്ട് കോൺക്രീറ്റ് ഒക്കെ ഉറപ്പിച്ച് അടിയിലൊക്കെ ഉറപ്പിച്ച് വേണമെങ്കിലും സെറ്റ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഇതുപോലെ ജസ്റ്റ് നമുക്ക് നടക്കാനൊരു പാത്ത് മതി. അപ്പോൾ നല്ല അടിപൊളിയാക്കി ഇവിടെ നിന്ന് അങ്ങ് വരെ നമുക്ക് ഗ്രീനറിയൊക്കെ നിറയ്ക്കാൻ പറ്റിയ ഇത് മതി. അപ്പോൾ ഇത് നമ്മൾ പറഞ്ഞു വളരെ റേറ്റ് കുറച്ച് നമുക്ക് വാങ്ങാൻ പറ്റും. അപ്പോൾ ഇതുപോലെ നമുക്ക് പാറയുടെ സ്റ്റോണുകൾ കിട്ടും. പല സൈസുകളിലുള്ള സ്റ്റോണുകൾ കിട്ടും. ആ സ്റ്റോണുകൾ നമുക്ക് ഇതുപോലെ സെറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ആ ഒരു സ്റ്റോണിനൊക്കെ ഒരു സ്ക്വയർ ഫീറ്റിന് 78 രൂപയൊക്കെ ആവുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സൈസിലത്തെ ആ സ്റ്റോൺ എടുക്കുകയാണെങ്കിൽ തന്നെയും അതിൻ്റെ ഒരു റേറ്റ് എന്ന് പറയുന്നത് 380 ആ ഒരു റേറ്റിലൊക്കെ വരും. അപ്പോൾ ഇതിലും സൈസ് കൂടിയ അതിൻ്റെ റേറ്റ് ഒരു കല്ലിനൊക്കെ തന്നെ 450 470 ആ ഒരു റേഞ്ചിൽ വരും. അപ്പോൾ നമുക്ക് ചിലവ് കുറിച്ച് നമുക്ക് നമ്മുടെ ഗാർഡനൊക്കെ അടിപൊളിയാക്കാൻ ഇതൊക്കെ മതി. അപ്പോൾ ഇതിലും മനോഹരമായിട്ട് മറ്റേ സ്റ്റോണൊക്കെ ഇട്ട് നമുക്ക് സെറ്റ് ചെയ്യണമെന്നുള്ളവർക്ക് അങ്ങനത്തെ സ്റ്റോൺ എടുത്ത് സെറ്റ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർലോക്ക് കല്ലൊക്കെ വെച്ച് പാത്രയൊക്കെ സെറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിച്ച ഉടനെ നടന്ന കാര്യമൊന്നുമല്ല കേട്ടോ. ഒരുപാട് നാളായിട്ട് ആഗ്രഹിക്കുന്ന കാര്യമാണ്. അപ്പോൾ 5-6 കല്ലുണ്ടായിരുന്നത് കൊണ്ട് തന്നെ മുമ്പ് പകുതി സ്ഥലം ഒരു 9 കല്ലാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു 9 സ്ഥലത്തായിരുന്നു കല്ല് വെച്ചിരുന്നത്. അപ്പോൾ അതിൽ തന്നെ 3-4 ഒക്കെ പൊട്ടിപ്പോയി. അപ്പോൾ പിന്നെ ഒത്തിരി നാളിങ്ങനെ ആഗ്രഹിച്ചാണ് ഇപ്പോൾ ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇടയിലായിട്ട് മൊത്തം പേൾ ഗ്രാസ് പിടിപ്പിക്കുക എന്നുള്ളതാണ്. അതൊരു കഠിനമായ ജോലിയായിരിക്കും. അത്രയ്ക്കും ചൂടാണ്. അപ്പോൾ ഈ ചൂട് സമയത്ത് ഫുള്ളായിട്ട് പച്ചപ്പ് പിടിപ്പിച്ചെടുക്കാൻ ഒത്തിരി പാടുണ്ട്. മഴ സമയത്താണെങ്കിൽ നമുക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടും ഇല്ല. പുല്ല് വെച്ചാൽ പിടിക്കാൻ കുറച്ച് പാടായിരിക്കും. എവിടെയൊക്കെ വെച്ച പുല്ലൊക്കെ തന്നെ അതെല്ലാം കരിഞ്ഞ് ഉണങ്ങുന്നത്. ഡെയിലി വെള്ളം ഒഴിക്കുന്നതാണ്, എന്നാൽ തന്നെ ഇതെല്ലാം കരിഞ്ഞ് ഉണങ്ങുന്നുണ്ട്. അപ്പോൾ കുറച്ച് നമുക്ക് വെച്ച് കൊടുക്കാം.
ഇത് എത്രത്തോളം പിടിക്കും. മഴ സമയത്തൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് പിടിച്ച് കിട്ടും. ഇതിനിപ്പം കുറേശ്ശെ നമ്മൾ വെച്ച് ഡെയിലി 2 നേരമൊക്കെ നനച്ച് കൊടുത്താൽ നല്ല പെട്ടെന്ന് ഇത് പടർന്ന് വരും. ഈ പുല്ല് പെട്ടെന്ന് പിടിക്കുന്നതാണ്. അപ്പോൾ ഇതിനെ നമ്മളിതുപോലെ നോട് വെച്ച് കട്ട് ചെയ്തെടുത്തിട്ട് കുറേശ്ശെ ആയിട്ട് നമ്മൾ ഇതിൻ്റെ ഇടയിലൊക്കെയുള്ള സ്പേസിൽ കുഴിച്ച് ജസ്റ്റ് നമ്മൾ എന്തെങ്കിലും ചെറിയ സാധനം കൊണ്ട് കുഴിച്ച് ജസ്റ്റ് ഇതുപോലെ അങ്ങ് വെച്ച് കൊടുത്താൽ മതി. എല്ലാ സ്പേസിലും കുറച്ച് അകലം വിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. ഇതുപോലെ ഓരോ സ്പേസിലും നമ്മൾ ഓരോ നോടുകൾ കുറേ എണ്ണം കട്ട് ചെയ്തെടുത്തിട്ട് ഒരുമിച്ച് അങ്ങനെ വെച്ച് കൊടുക്കാം. നമുക്ക് സമയം കിട്ടുന്നതിനനുസരിച്ച് നമ്മളിങ്ങനെ ഗ്യാപ്പിട്ട് ചെയ്ത് കൊടുത്താൽ അടുത്തടുത്തൊന്നും വെക്കേണ്ട ആവശ്യമില്ല. പിന്നെ ചെറിയ ഗ്യാപ്പിട്ട് നമ്മളിതുപോലെ കുറേശ്ശെ ഡെയിലി നട്ട് കൊടുത്താലും ഒരു മാസമൊക്കെ എടുക്കും ഫില്ലായിട്ട് വരാം. അപ്പോൾ ഫുള്ളായിട്ടും നിറഞ്ഞ് വരികയും ചെയ്യും. ഇനി നമ്മൾ നട്ട് കൊടുത്ത ഈ പുല്ലിലും അതേപോലെ ഈ ഇൻ്റർലോക്ക് കല്ലിലും ഒക്കെ ആയിട്ട് വെള്ളം തളിച്ച് കൊടുക്കണം. അപ്പോൾ ഇതെന്താ വെള്ളം നനച്ചെങ്കിലേ പെട്ടെന്ന് നന്നായിട്ട് ഉറച്ച് വരികയുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് വെള്ളം തളിച്ച് കൊടുക്കുന്നത്. അപ്പം 2, 3, 4 നേരം വെച്ച് നമ്മളിതിനെ ഒന്ന് നനച്ച് കൊടുക്കണം. അപ്പം നല്ല സ്ട്രോങ് ആയിട്ട് എൻ്റെ ഇടയിലുള്ള ഓട്ടകളൊക്കെ അടഞ്ഞ് നല്ല ഹാർഡായിട്ട് വരും. പിന്നെ പുല്ല് നമ്മൾ പറഞ്ഞല്ലോ ചൂട് സമയത്ത് നമ്മൾ 2, 3 പ്രാവശ്യം നനച്ചെങ്കിലേ പറ്റത്തുള്ളൂ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു പാചകത്തിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ഇതിലും മനോഹരമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരേക്കും ബൈ ഫ്രം സിജി നിജാസ്. താങ്ക് യു ഫോർ വാച്ചിങ്. ടാറ്റാ.